ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വീഡിയോയിലൂടെ പറയുന്നത് മാരുതി സുസുക്കി ആൾട്ടോ ആണ്. അപ്പോൾ ഇതിന്റെ ബാക്കിലെ വീൽ സിലിണ്ടറിന് അവിടുന്ന് നല്ല രീതിയിലുള്ള ലീക്ക് ഉണ്ട്. അപ്പോൾ നമ്മൾ അഴിച്ചു നോക്കുന്ന സമയത്ത് ഇതിന്റെ ലൈനർ ഫുള്ളായിട്ട് ഏകദേശം ഒരു കുറെ കാലമായിട്ട് ഫ്ലൂയിഡ് ലീക്കായിട്ട് ലൈനറും എല്ലാം കുതിർന്ന് ആകെ ഒരു കുളമായിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ അത് ലൈനർ നമുക്ക് എങ്ങനെയാണ് മാറുന്നതെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ഈ ഹബ്ബ് ഇങ്ങോട്ട് ഇളക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഹബ്ബ് ഇളക്കി വെക്കുമ്പോൾ തന്നെ ഇതിനകത്ത് കാണാനായിട്ട് സാധിക്കും ഫുള്ള് ബ്രേക്ക് ഓയിലും അതിന്റെ ലൈനറിന്റെ പൊടിയും കൂടെ കയറിയിട്ട് ഫുള്ള് അഴുക്കായിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പൊ ഈ ഒരു രീതിയിൽ ബ്രേക്ക് ചവിട്ടി കഴിഞ്ഞാൽ ബ്രേക്ക് സ്ലിപ്പാവും, വണ്ടി റോഡിൽ കറങ്ങി നിൽക്കാനുള്ള അവസ്ഥയും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. ഇങ്ങോട്ട് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും ഫുള്ളായിട്ട് അഴുക്കാണ് ഇതിൽ. അത്രയ്ക്ക് സ്ലഡ്ജ് പോലെ നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. ഈ ബ്രേക്ക് ഫ്ലൂയിഡ് ഫുള്ളായിട്ട് ലീക്കായിട്ട് അതിന്റെ പൊടിയും അഴുക്കും എല്ലാം കൂടെ കയറിയിട്ട് ബ്രേക്ക് ഫ്ലൂയിഡ് ഇവിടുന്ന് ലീക്കായിട്ട് ഇതിന്റെ ലൈനറിന്റെ പൊടി കയറിയിട്ട് മൊത്തം കുളമായിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ ഇതിന്റെ ലൈനർ നമുക്ക് മാറണം. കാരണം ഇത്രയും കൂടുന്ന ലൈനർ ആയതുകൊണ്ട് ഇത് ഇളകി പോകാനുള്ള ചാൻസ് കൂടുതലാണ്. ഇത് ഒരു ഫ്ലെക്സിബിലിറ്റി പോലെ ഈ ലൈനർ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ലൈനർ നമുക്ക് മാറണം. അതുപോലെ തന്നെ ഈ വീൽ സിലിണ്ടർ നമുക്ക് മാറണം. അപ്പോൾ എങ്ങനെയാണ് ലൈനർ അഴിക്കുന്നത്, അതുപോലെ മാറുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ലൈനർ അഴിക്കാനായിട്ട് ഈ രണ്ട് ലോക്കാണ് ഫസ്റ്റ് ഊരിയെടുക്കേണ്ടത്. അല്ല, സ്പ്രിങ് നമുക്ക് കുത്തിയെടുത്ത് എടുക്കേണ്ട ആവശ്യമില്ല. ഈ രണ്ട് ലോക്ക് എടുത്തു കഴിഞ്ഞാൽ സ്പ്രിങ് നമുക്ക് സിമ്പിൾ ആയിട്ട് ഊരിയെടുക്കാനായിട്ട് സാധിക്കും. രണ്ട് ടൈപ്പ് ലൈനർ വരുന്നുണ്ട്. ഒന്ന് സ്ക്രൂ അഡ്ജസ്റ്റ്മെന്റ് വരുന്നത്, ഒന്ന് ഓട്ടോമാറ്റിക് അഡ്ജസ്റ്റ് ആയിട്ട് വരുന്നത്. രണ്ടും ഓട്ടോമാറ്റിക് തന്നെയാണ്. ഒന്ന് സ്ക്രൂ ടൈപ്പ് വരുന്നത്, അതുപോലെ തന്നെ ഒന്ന് വരുന്നത് ഈ ഒരു അഡ്ജസ്റ്റ്മെന്റ് വരുന്ന ടൈപ്പ്. അപ്പോൾ നമുക്ക് എന്തായാലും അഴിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഇത് ജസ്റ്റ് ഇതിൽ പ്രസ് ചെയ്യുക, തിരിക്കുന്ന സമയത്ത് ഈ ഒരു ലോക്കിന്റെ ഭാഗത്തുനിന്ന് ഇത് പിടിച്ച് കറക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും. ഇതാണ് ഇതിന്റെ ലോക്ക് വരുന്നത്. ഇതിങ്ങനെ കയറ്റിയിട്ടിട്ട് ഇങ്ങനെയാണ് ഇതിന്റെ ലോക്കിന്റെ പൊസിഷൻ വരുന്നത്. ഓക്കെ, ഇനി ഈ സൈഡ് നമുക്ക് അയച്ചെടുക്കാം. ജസ്റ്റ് പ്രസ് ചെയ്യുക, തിരിക്കുമ്പോൾ ഈ ഒരു പിന്നിന്റെ ബാക്കിൽ ജസ്റ്റ് ഒന്ന് കൈകൊണ്ട് തട്ടിയിട്ട് ലോഡ് ചെയ്തിട്ട് വേണം തിരിക്കാനായിട്ട്. ഇല്ലെന്നുണ്ടെങ്കിൽ ഈ പിന്നും അതിന്റെ കൂടത്തിൽ കറങ്ങി കഴിഞ്ഞാൽ അത് കറക്റ്റായിട്ട് ലോക്ക് നമുക്ക് പിടിക്കാനായിട്ട് സാധിക്കില്ല. നമ്മൾ രണ്ട് ലോക്ക് വെച്ചെടുത്തിട്ടുണ്ട്. ഇനി ജസ്റ്റ് സ്ക്രൂ ഡ്രൈവർ വെക്കുക, ഈ ലൈനർ ഇങ്ങോട്ട് തള്ളിക്കഴിഞ്ഞാൽ ഈ സ്പ്രിങ് നമുക്ക് വിടിച്ച് എടുക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഈ സൈഡും തള്ളുക, ലൈനർ ഇങ്ങോട്ട് ഊരിയെടുക്കുക. സ്പ്രിങ് വഴിയിട്ട് നമുക്ക് ലാസ്റ്റ് ഊരിയെടുക്കാം. ഇനി നമുക്ക് അഴിക്കേണ്ടത് ഈ ഒരു സ്പ്രിങ് ആണ്. അതിന് വേണ്ടിയിട്ട് ഇതിനെ ബാക്കിലോട്ട് ശകലം മൂവ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ ഇടയ്ക്കൂടെ ഈ ഒരു അഡ്ജസ്റ്റ്മെന്റ് ഇങ്ങനെ വിടിക്കാനായിട്ട് സാധിക്കും. ഈ ഒരു ആംഗിൾ നമുക്ക് അഡ്ജസ്റ്റ്മെന്റ് വിടിക്കാനായിട്ട് സാധിക്കും. അതിനുശേഷം സ്പ്രിങ് ഊരിയെടുക്കുക. അപ്പോൾ സ്പ്രിങ് ഊരിയെടുക്കുമ്പോൾ എപ്പോഴും സ്പ്രിങ്ങിന്റെ വണ്ണം നോക്കുക. വണ്ണം കൂടിയ സ്പ്രിങ് മുകളിലായിരിക്കും വരുന്നത്, വണ്ണം കുറഞ്ഞ സ്പ്രിങ് താഴെയായിരിക്കും വരുന്നത്. എന്റെ കൈ കണ്ടാൽ തന്നെ മനസ്സിലാവും ഫുള്ളായിട്ട് അഴുക്ക് പിടിച്ച് ഇരിക്കുന്ന ഒരു അവസ്ഥയാണ്. അതുപോലെ തന്നെ ഇവിടെ ഒരു സ്പ്രിങ് ഉണ്ട്, അത് പിടിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഇതിനെ ഇങ്ങോട്ട് വലിച്ചതിന് ശേഷം ഇതിങ്ങനെ വിടിയിച്ച് എടുക്കുക. അപ്പോൾ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ ലെങ്ത് ഇച്ചിരി കൂടുതലുള്ളതായിരിക്കും ഇവിടെ വരുന്നത്. ഇതിന്റെ ശകലം വണ്ണം കൂടുതലായിരിക്കും, ഇതിന്റെ ശകലം വണ്ണക്കുറവ് ഭാഗം ഈ സൈഡിലാണ് വരുന്നത്. വണ്ണം കൂടുതലുള്ള ഭാഗം ഇവിടെ അറ്റാച്ച്മെന്റിലായിട്ടാണ് വരുന്നത്. ഇതതിന്റെ ഓട്ടോ അഡ്ജസ്റ്റർ വരുന്നത്. ഇത് നമുക്ക് ഫുള്ളായിട്ട് ക്ലീൻ ചെയ്ത് എടുക്കേണ്ടതായിട്ടുണ്ട്. ഇത് ബാക്കിലോട്ട് പോകുന്തോറും നമ്മുടെ ബ്രേക്കിന്റെ ലൈനറിന്റെ ബ്രേക്ക് കുറഞ്ഞ് വരും. അതായത് ഇത് ഫ്രണ്ടിലോട്ട് പോകുന്തോറും ബ്രേക്ക് കൂടി വരും. ബ്രേക്ക് ഇങ്ങോട്ട് ഫ്രണ്ടിലോട്ട് പോകുമ്പോൾ ലൈനർ എക്സ്പാൻഡ് ചെയ്ത് കൊടുക്കപ്പെടും. ഇത് കുറയ്ക്കുന്ന സമയത്ത് ലൈനർ അടുത്ത് ആവുകയും ചെയ്യും. അപ്പോൾ ഇത് നമുക്ക് ഫുള്ള് ക്ലീൻ ചെയ്യണം. അതുപോലെ തന്നെ നമ്മൾ ഈ ഓട്ടോമാറ്റിക് അഡ്ജസ്റ്റർ ഇതുപോലെ നല്ല ഫ്രീ ആയിരിക്കണം. ഇതിനകത്ത് അഴുക്കും കാര്യങ്ങളെല്ലാം എടുത്തിട്ട് നല്ലപോലെ ചെറിയ ടൈറ്റ് ഉണ്ട്, പക്ഷെ പക്ക ഫ്രീ ആക്കി നമുക്ക് എടുക്കേണ്ടതായിട്ടുണ്ട്. നമുക്ക് ഈ ഹാൻഡ് ബ്രേക്കിന്റെ കേബിൾ പിടിക്കാം. ഹാൻഡ് ബ്രേക്കിന്റെ കേബിൾ പിടിക്കാനായിട്ട് ജസ്റ്റ് ഈ സ്പ്രിങ്ങിൽ ഇങ്ങോട്ട് വലിച്ചതിന് ശേഷം ഇതിങ്ങനെ പൊക്കി എടുക്കുക. അതുപോലെ തന്നെ ഈ ഹാൻഡ് ബ്രേക്കിന്റെ കേബിൾ ജാമുണ്ട്, നല്ല രീതിയിലുള്ള ജാമുണ്ട്, തുരുമ്പായിട്ട് നിൽക്കുകയാണ്. ഇതൊക്കെ ഇങ്ങോട്ടൊക്കെ ഭയങ്കര ജാമാണ്. അപ്പോൾ പുതിയ ലൈനർ വരുന്ന സമയത്ത് ഇത് ഫ്രീ അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്രീ ആക്കി ഇടണം. അപ്പോൾ ഈ സ്പ്രിങ് എടുക്കാനായിട്ട് ജസ്റ്റ് ഇങ്ങനെ വലിച്ചാൽ മതി. ഈ സ്പ്രിങ് സിമ്പിളായിട്ട് ഊരി വരേണ്ട സ്പ്രിങ് ആണ്. അപ്പോൾ നമ്മൾ ഈ സ്പ്രിങ് ഊരിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്ത് വാഷ് ചെയ്യേണ്ട കാര്യങ്ങൾ, ഈ കാണുന്ന എല്ലാം നമുക്ക് നല്ല രീതിയിൽ ക്ലീൻ ചെയ്ത് എടുക്കണം. ഇത്രയും കാണുന്ന അഡ്ജസ്റ്റ്മെന്റ്, അതിന്റെ ലോക്ക് കാര്യങ്ങളെല്ലാം ഫുള്ളായിട്ട് ക്ലീൻ ചെയ്തെടുക്കണം. ലൈനർ നമുക്ക് മാറണം. ലൈനർ മാറണം എന്ന് പറയുന്നതിന്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രേക്ക് ഫ്ലൂയിഡ് കുതിർന്നിട്ട്
ഉണ്ടോ, ജസ്റ്റ് ഒന്ന് പിടിക്കുമ്പോൾ തന്നെ ഇതിന്റെ പശ ഇളകി പോകും. അതായത് നമ്മളിപ്പോൾ ഇത് ക്ലീൻ ചെയ്തിരുന്ന സമയത്ത്, വണ്ടി ഓടിക്കുന്ന സമയത്ത് ഇത് ചൂടാവുമ്പോൾ, ഇതിപ്പോൾ ലൈനറിൽ ഫ്ലൂയിഡിൽ കൂന്ന് നടക്കുന്നത്, ഇത് ചൂടാവുന്ന സമയത്ത് ലൈനറിൽ ഇളകി പോവും, ഓട്ടത്തിൽ വണ്ടി സ്റ്റക്കായിട്ട് നിൽക്കാനുള്ള അവസ്ഥയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതുകൊണ്ടാണ് ഈ ലൈനറൂടെ നമ്മൾ മാറുന്നത്. കാരണം ഈ ഫ്ലൂയിഡിനകത്ത് കുതിർന്ന് നിൽക്കുന്ന ഒരു അവസ്ഥയിലായതുകൊണ്ടാണ് ഈ ലൈനർ ഇത് വന്നത്. ജസ്റ്റ് ഒന്ന് സ്ക്രൂ ഡ്രൈവർ തിക്കുമ്പോൾ തന്നെ ഇതിങ്ങനെ പൊടിഞ്ഞ് പൊടിഞ്ഞ്, അതായത് ഫുള്ള് നനഞ്ഞ് നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ ഇനി നമുക്ക് വേണ്ട ഇതാണ് ഇതിന്റെ സിലിണ്ടർ ലീക്ക്. നല്ല രീതിയിലുള്ള ലീക്കാണ് ഇതിനകത്ത് നിന്ന് വരുന്നത്. ബ്രേക്ക് ഫ്ലൂയിഡാണ് ഈ വീണുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ സിലിണ്ടർ നമുക്ക് വേണം. അതോടൊപ്പം തന്നെ ഇത് ഫുള്ളായിട്ട് ക്ലീൻ ചെയ്ത് നല്ല രീതിയിൽ തന്നെ ക്ലീൻ ചെയ്ത് എടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ക്ലീനിങ് കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പോൾ ഈ ലൈനർ ക്ലീൻ ചെയ്യുന്നതിന് മുമ്പേ നമുക്ക് ഇത് വീൽ സിലിണ്ടറൂടെ അയച്ചെടുക്കേണ്ട. വീൽ സിലിണ്ടർ അയച്ചെടുക്കാൻ നേരെ ഈ പൈപ്പ് ലൂസ് ചെയ്യുക. ഈ കാണുന്ന 2 10-ന്റെ ബോൾട്ട് ലൂസ് ചെയ്യുക. ആദ്യം ഈ പൈപ്പ് ലൂസ് ചെയ്തിട്ട് വേണം 10-ന്റെ ബോൾട്ട് ലൂസ്. ഇത് ഓവർ ടൈറ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് അയച്ചു കഴിഞ്ഞാൽ പിന്നെ സിലിണ്ടർ കറങ്ങിക്കൊണ്ടിരിക്കും. നമ്മൾ ജസ്റ്റ് ലൂസ് ചെയ്തിട്ടുണ്ട്. ഇനി 10-ന്റെ റിങ് ഉപയോഗിച്ച് സിലിണ്ടറിന്റെ 2 ബോൾട്ടും അയച്ചെടുക്കാം. ഈ നീളത്തിലുള്ള സെയിം സൈസ് തന്നെ ആയിരിക്കും ഇപ്പുറത്തും വരുന്ന 10-ന്റെ ബോൾട്ട് വരുന്നത്. ഈ നീളത്തിലുള്ള 2 ബോൾട്ടായിരിക്കും സിലിണ്ടറിന് വരുന്നത്. ഇനി നമുക്ക് ഈ പൈപ്പ് ലൂസ് ചെയ്യാം. ഓൾറെഡി ലൂസ് ചെയ്ത് വെച്ചേക്കുകയാണ്. നമ്മളിപ്പോൾ സിലിണ്ടർ ഊരി എടുത്തിട്ടുണ്ട്. ഈ സിലിണ്ടർ നല്ല രീതിയിലുള്ള ലീക്കാണ് ഈ സിലിണ്ടറിന് ഉള്ളത്. അപ്പോൾ ഈ ഫ്ലൂയിഡ് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നിപ്പിളിന്റെ ബാക്കിൽ വരുന്ന ഈ ഒരു കപ്പ് വെച്ചിട്ട് ഇതിനെ ലോക്ക് ചെയ്ത് നിർത്തുന്നുണ്ട്. ഇല്ലെന്നുണ്ടെങ്കിൽ ഫ്ലൂയിഡ് ഇതുപോലെ താഴോട്ട് ഇങ്ങനെ വീണുകൊണ്ടിരിക്കും. തന്നെയല്ല, നമ്മൾ ബ്രേക്ക് വേണമെങ്കിൽ പെഡലിൽ ലോക്ക് ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷെ എന്നാലും നമ്മൾ ക്ലീൻ ചെയ്യുന്ന അവസരത്തിൽ ഇതിനകത്തോട്ട് നമ്മുടെ പെട്രോൾ ഉപയോഗിച്ച് ക്ലീൻ ചെയ്യുമ്പോൾ ഇതിനകത്തോട്ട് പെട്രോളും കാര്യങ്ങളൊക്കെ പോകും. അതുപോലെ തന്നെ ഫ്ലൂയിഡും വീഴാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ലോക്ക് ചെയ്ത് ഫ്ലൂയിഡിനെ ലോക്ക് ചെയ്ത് ആ പൈപ്പ് ബ്ലോക്ക് ചെയ്ത് നിർത്തിയിരിക്കുന്നത്. ഇനി ഈ ഭാഗങ്ങളൊക്കെ നമുക്ക് ക്ലീൻ ചെയ്യാം. നമ്മളിപ്പോൾ ഇത് ഫുള്ളായിട്ട് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ വീൽ സിലിണ്ടർ ഫിറ്റ് ചെയ്യാം. പുതിയ വീൽ സിലിണ്ടർ നമ്മൾ എടുത്തിട്ടുണ്ട്. അതിന്റെ ഡസ്റ്റ് ബൂട്ട് അങ്ങ് മാറ്റി കളയുക. അതിനുശേഷം നമ്മളിപ്പോൾ ബ്ലോക്ക് ചെയ്ത് വെച്ച സാധനം എടുക്കുക. നമ്മളിപ്പോൾ ബ്ലോക്ക് ചെയ്ത് വെച്ചത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സിലിണ്ടർ ഫിറ്റ് ചെയ്യാം. സിലിണ്ടറിലോട്ട് കയറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ സിലിണ്ടർ ഫിറ്റ് ചെയ്യുമ്പോൾ ആദ്യം ഈ പൈപ്പ് വേണം ഫിറ്റ് ചെയ്യാനായിട്ട്. ആദ്യം നമ്മൾ കറക്റ്റ് പൈപ്പ് ത്രെഡിൽ കയറ്റിയിടുക. ഇല്ലെന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പൈപ്പ് ഫിറ്റ് ചെയ്യാതെ ഇത് രണ്ടും നേരത്തെ ആദ്യമേ ഫിറ്റ് ചെയ്തിട്ട് പിന്നെ പൈപ്പ് ഫിറ്റ് ചെയ്യാൻ നോക്കി കഴിഞ്ഞാൽ ഈ ത്രെഡ് ക്രോസ് ആയി പോകും. ത്രെഡ് ക്രോസ് ആയി പോയി കഴിഞ്ഞാൽ പിന്നെ വീൽ സിലിണ്ടർ പിന്നെയും നമ്മൾ പുതിയത് വാങ്ങേണ്ട ഒരു അവസ്ഥയും കാര്യങ്ങളും ഉണ്ടാവും. ഇപ്പൊ പഴയ മോഡൽ ആൾട്ടോയ്ക്ക് ഒരു ടൈപ്പ് വീൽ സിലിണ്ടറാണ് വരുന്നത്. അതായത് 2010 കഴിയുമ്പോൾ K10-ന്റെ മോഡൽ വീൽ സിലിണ്ടർ കയറി വരുന്നുണ്ട്. അതുപോലെ തന്നെ K10-ന് ആൾട്ടോയുടെ ടൈപ്പ് വീൽ സിലിണ്ടറും കയറി വരുന്നുണ്ട്. അപ്പോൾ ഇതിന്റെ വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 2 ഹോൾ ഒരു 1 mm അടുത്തും അകന്നുമായിരിക്കും ഇരിക്കുന്നത്. ഇതിന് അകൽച്ചയാണെന്നുണ്ടെങ്കിൽ മറ്റേതിന് 1 mm അടുത്തായിരിക്കും K10-ന്റെ വീൽ സിലിണ്ടർ വരുന്നത്. അപ്പോൾ 2010 മോഡൽ കഴിയുന്നതിന് ആൾട്ടോയ്ക്ക് ഈ ആൾട്ടോയുടെ വീൽ സിലിണ്ടർ, ഇത് 10 താഴെയുള്ള വണ്ടിയാണ്, ഈ ആൾട്ടോയുടെ വീൽ സിലിണ്ടർ സെയിം ആവില്ല. അപ്പോൾ അതിന് നമ്മൾ K10-ന്റെ വീൽ സിലിണ്ടർ വാങ്ങി ഇടേണ്ടതായിട്ട് വരും. അപ്പോൾ K10-നും ഇതേപോലെ തന്നെ ചില മോഡൽ K10-ന് വന്നിട്ട് ആൾട്ടോയുടെ സെയിം വീൽ സിലിണ്ടർ സെയിം ആവാറുണ്ട്. ഇതിന് ഹോളിനാണ് വ്യത്യാസം വരുന്നത്. നമ്മൾ ഈ ബോൾട്ട് ഫിറ്റ് ചെയ്യുന്ന ഹോളിന് 1 mm ശകലം അകൽച്ച കുറവും, ഒരു ടൈപ്പിന് അകൽച്ച ഇച്ചിരി കൂടുതലും ആയിരിക്കും. നമുക്ക് ഇതിന്റെ പൈപ്പ് ഫുൾ ടൈറ്റ് ചെയ്യാം. നമ്മളിപ്പോൾ വീൽ സിലിണ്ടർ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ലൈനറാണ് ഫിറ്റ് ചെയ്യേണ്ടത്. ലൈനർ ഫിറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഈ വീൽ സിലിണ്ടറിന്റെ പിസ്റ്റന്റെ ഭാഗം ക്രോസ് ആണ് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ
നമ്മളത് കറക്റ്റായിട്ട് തന്നെ സെൻറ്ററിൽ കൊണ്ട് നിർത്തുക. അതായത് വീൽ സിലിണ്ടർ ലൈനർ സെറ്റ് ആവുന്നത് ഈ ഒരു ആംഗിളിലായിരിക്കും ലൈനർ വന്ന് കിടക്കുന്നത്. അപ്പോൾ ആ രീതിയിൽ രണ്ട് സൈഡ് മാറി കിടക്കുകയാണെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് തന്നെ കൊണ്ട് നേരെ കൊണ്ട് വെക്കുക. അപ്പോൾ നമ്മളത് നേരെ കൊണ്ട് വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മുടെ പുതിയ ലൈനർ നമ്മൾ എടുത്തിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ പുതിയ ലൈനർ. രണ്ടും പുതിയ ലൈനർ എടുത്തിട്ടുണ്ട്. അപ്പോൾ പുതിയ ലൈനർ എടുക്കുന്ന സമയത്ത് ഈ ഒരു ഹാൻഡ് ബ്രേക്കിന്റെ ഭാഗം ഫ്രീ അല്ല എന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് ലൂബ് ചെയ്തിട്ട് അത് ഫ്രീ ആക്കി ഇടുക. നല്ല ഫ്രീയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ്മെന്റ് ചെയ്യുന്ന രീതിയിൽ തന്നെ കറക്റ്റായിട്ട് ഫ്രീ ആക്കി ഇടുക. ഫ്രീ അല്ല, ചിലത് പുതിയത് വരുമ്പോൾ ഫ്രീ ആവില്ല. ഇപ്പോൾ ഇത് നേരത്തെ ഫ്രീ അല്ലായിരുന്നു, നമ്മളിപ്പോൾ ഫ്രീ ആക്കി എടുത്തിട്ടുള്ളതാണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. നമുക്കിതിന്റെ ലൈനർ എടുക്കാം. ഇത് രണ്ടും ഈ സൈഡിലെ ലൈനറാണ്, ഇത് രണ്ടും അപ്പുറത്തെ സൈഡ് വരുന്ന ലൈനറാണ്. അത് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ലെഫ്റ്റ് സൈഡിലെയാണ് നമ്മൾ അഴിച്ചിരിക്കുന്നത്. റൈറ്റ് സൈഡും അതേ അവസ്ഥ തന്നെയാണ് ഉള്ളത്. പക്ഷേ ലെഫ്റ്റ് സൈഡാണ് ഏറ്റവും കൂടുതൽ ഇതേപോലെ അങ്ങ് ഇതായിട്ട് ലൈനർ മൊത്തം അഴുക്കായിട്ട് പോയ ഒരു അവസ്ഥ വന്നിരിക്കുന്നത്. അപ്പോൾ ഇനി അതുപോലെ തന്നെ നമ്മൾ ഇതിന്റെ സ്പ്രിങ്ങും കാര്യങ്ങളും എല്ലാം ഫുള്ളായിട്ട് ലൂബ് ചെയ്ത് നല്ല ഫ്രീ ആക്കി എടുത്തിട്ടുണ്ട്. ഇങ്ങോട്ട് നോക്കിയാലേ മനസ്സിലാവും, ഫുള്ളായിട്ട് പെട്രോൾ നല്ല രീതിയിൽ ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ലൈനർ സെറ്റ് ചെയ്യാം. അപ്പോൾ സെറ്റ് ചെയ്യാൻ പോകുമ്പോൾ ബ്രേക്ക് കറക്റ്റ് ഒരു ശകലം കുറച്ച് വെക്കുക. പിന്നെ നമുക്ക് ആവശ്യാനുസരണം കറക്റ്റായിട്ട് എടുത്ത് ഏകദേശം നമ്മൾ ഈ ഒരു പോയിന്റിൽ കൊണ്ട് വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഇതിന്റെ ഹാൻഡ് ബ്രേക്കിന്റെ കേബിളാണ് നമുക്ക് ഇടേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സ്പ്രിങ് കുറച്ചിങ്ങനെ ബാക്കിലോട്ട് വലിക്കുക. വലിച്ചതിന് ശേഷം കറക്റ്റ് ലോക്കിൽ കയറ്റിയിടുക, സ്പ്രിങ്ങിൽ വിടുക. അപ്പോൾ ഈ ഒരു ആംഗിളിൽ ഹാൻഡ് ബ്രേക്ക് വന്ന് നിൽക്കും. ഇനി നമുക്ക് ഫസ്റ്റ് ഇടേണ്ടത് ഈ ഒരു ഓട്ടോ അഡ്ജസ്റ്റർ ആണ് ഇടേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ വീതി കൂടുതലുള്ള ഭാഗമുണ്ട്, വീതി കുറഞ്ഞ ഭാഗമുണ്ട്. വീതി കൂടുതലുള്ള ഭാഗം ഇതിലിങ്ങനെ ഹുക്ക് ചെയ്യുക. അതിനുശേഷം ഇതിൽ കണക്ട് ചെയ്യുക. അതിനുശേഷം ജസ്റ്റ് വലിച്ചിട്ട് ഇതിങ്ങനെ കയറ്റി ലോക്ക് നിർത്തുക. ഇതാണ് ഹാൻഡ് ബ്രേക്കിന്റെ ഭാഗം വരുന്നത്. ഇനി നമുക്ക് ലൈനറിന്റെ ഭാഗമാണ് ഇടുന്നത്. അതിന് വേണ്ടിയിട്ട് വലിയ സ്പ്രിങ് വരുന്നത് മുകളിലായിരിക്കും, ചെറിയ സ്പ്രിങ് താഴെയായിരിക്കും വരുന്നത്. അപ്പോൾ വലിയ സ്പ്രിങ് നമ്മൾ എടുത്തിട്ടുണ്ട്. വലിയ സ്പ്രിങ് ഇതിൽ ഹുക്ക് ചെയ്തു. അതിനുശേഷം മറ്റേ ലൈനർ എടുക്കുക. അടുത്ത ലൈനർ എടുത്തതിന് ശേഷം ഇതിൽ ഹുക്ക് ചെയ്തിടുക. അതിനുശേഷം ഈ ഭാഗം ഈ ഹോളിലായിട്ട് കറക്റ്റായിട്ട് പ്രസ് ചെയ്ത് വെക്കുക. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് വലിച്ചു കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് ജസ്റ്റ് ഇങ്ങനെ വലിച്ചിട്ട് സിമ്പിളായിട്ട് കയറ്റിയിടാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ ഈ ഭാഗം കയറ്റിയിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇടേണ്ടത് ലൈനർ ജസ്റ്റ് ഇതിനകത്ത് കറക്റ്റ് കയറ്റി വെക്കുക. അതിനുശേഷം ഈ ഒരു ഭാഗം കറക്റ്റ് കയറ്റി വെക്കുക. അതിനുശേഷം നമുക്ക് ലോക്ക് ഇടണം. ലോക്ക് ഇതേപോലെ കറക്റ്റ് സെൻറ്റർ കൊണ്ടുവച്ചതിന് ശേഷം സ്ക്രൂ ഡ്രൈവർ വെച്ചിട്ട് പ്രസ് ചെയ്തിട്ട് തിരിച്ചു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ഇതിൽ ലോക്കായിട്ട് കിടക്കും. ഇനി നമുക്ക് ഇടേണ്ടത് ഈ ഒരു സ്പ്രിങ് ആണ്. ഈ ഒരു സ്പ്രിങ് ഇടാൻ വേണ്ടിയിട്ട് ഇതിനെ കണക്ട് ചെയ്യുക. അതിനുശേഷം സ്ക്രൂ ഡ്രൈവർ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ലോഡ് ചെയ്തിട്ട് കറക്റ്റ് ഇതിനുള്ളിലായിട്ട് കയറ്റി ഇടുക. അതിനുശേഷം നമുക്ക് ഈ ഒരു ലോക്ക് ഇടാം. നമ്മളിപ്പോൾ ലോക്ക് കറക്റ്റ് സെൻറ്റർ ആണോ നോക്കുക, ഇതും കറക്റ്റ് സെൻറ്റർ ആണോ നോക്കുക. അതുപോലെ തന്നെ സ്പ്രിങ് കറക്റ്റ് ആണോ കയറി കിടക്കുന്നത് നോക്കുക. ഈ ഭാഗം കറക്റ്റ് ആണോ നോക്കുക. അതുപോലെ തന്നെ ഈ ഭാഗം കറക്റ്റ് ആണോ എന്ന് നോക്കുക. അതുപോലെ തന്നെ ഈ പിസ്റ്റന്റെ ഭാഗം വെട്ട് കറക്റ്റിലാണോ ലൈനർ കിടക്കുന്നതെന്ന് നോക്കുക. ഈ വെട്ട് കറക്റ്റ് ആ ഒരു ആംഗിളായിരിക്കണം കയറി കിടക്കേണ്ടത്. അത് രണ്ട് സൈഡും അതേപോലെ തന്നെ. ഇപ്പോൾ നമ്മൾ ലൈനർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ബ്രേക്ക് ആണ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്. ബ്രേക്ക് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് ലൈനർ ഹബ്ബ് ഫുള്ളായിട്ട് ക്ലീൻ ചെയ്ത് എടുക്കാം. നമ്മളിപ്പോൾ നേരത്തെ അഡ്ജസ്റ്റ് ചെയ്ത ബ്രേക്കിനെക്കാട്ടി കുറച്ച് ബ്രേക്ക് കുറച്ചിട്ടുണ്ട്. അതായത് പുറത്തോട്ട് ഒരു 2 ത്രെഡ് നിൽക്കുന്ന രീതിയിൽ ഇട്ടിട്ടുണ്ട്. നോക്കിയാൽ മനസ്സിലാവും. ആ ഒരു ആംഗിളിലോട്ട് നമ്മൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത്രയും നമ്മൾ ബ്രേക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഏകദേശം ഒരു 2 ടീത്ത് മുകളിലോട്ട് നിൽക്കുന്ന രീതിയിൽ. ഓക്കെ, അപ്പോൾ ഇത് മുകളിലോട്ട് നിൽക്കാനായിട്ട് ജസ്റ്റ് ഇതിൽ തിക്കിയിട്ട് ഇങ്ങോട്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് ബ്രേക്ക് കൂട്ടാൻ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇത് തിക്കിക്കോട്ട് പെതുക്കെ അകത്തോട്ട് വിട്ട് കഴിഞ്ഞാൽ നമുക്ക് ബ്രേക്ക് കുറയ്ക്കാനായിട്ടും സാധിക്കും. നമ്മൾ നേരത്തെ അഴിച്ചു വെച്ചപ്പോൾ അതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ നമ്മൾ ഡ്രമ്മും കാര്യങ്ങളെല്ലാം ഫുള്ളായിട്ട് ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ പെട്രോളിൽ ക്ലീൻ ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. അതാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഡ്രൈ ആയിട്ട് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഡ്രം ഇടുന്നതിന് മുമ്പ് ഇത് കറക്റ്റാണോ നോക്കുക. അപ്പോൾ സ്പ്രിങ്ങും കാര്യങ്ങളൊക്കെ നമ്മൾ കറക്റ്റായിട്ട് തന്നെയാണ് കിടക്കുന്നത്. ഇനി നമുക്ക് അതിൻ്റെ ബ്രേക്ക് ഇട്ടിട്ട് അതിൻ്റെ ബ്രേക്കിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് എങ്ങനെയാണെന്ന് നോക്കാം.
ഇപ്പോൾ ഫ്രീ ആണ്. ലൈനർ പിടിക്കുന്ന ആ ഒരു ചെറിയ സൗണ്ട് ഉണ്ട്. ഇനി ഓവറായിട്ട് ഒരിക്കലും ലൈനർ അഡ്ജസ്റ്റ് ചെയ്ത് കയറ്റിയിട്ട്, കാരണം നമ്മൾ ഒത്തിരിയോ ലൈനർ പിടിച്ച് കിടക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ കുറെ ദൂരം ഓടിച്ചു കഴിയുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത് പറഞ്ഞാൽ ബ്രേക്ക് കയറി ജാം ആവാനുള്ള അവസ്ഥയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. വീല് ചൂടായിട്ട് ബ്രേക്ക് ജാം ആവുന്ന അവസ്ഥയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇനി നമുക്ക് ഇടാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ സെന്ററിനിട്ട് ഇടുക, വാഷർ ഇടുക, അതുപോലെ തന്നെ ഇത് ടൈറ്റ് ചെയ്യുക. അപ്പോൾ വാഷർ ഇടുമ്പോൾ എങ്ങനെയാണോ നേരത്തെ കിടന്ന അതേ പൊസിഷനിൽ തന്നെ ഇടുക. ഇങ്ങോട്ടിട്ട്, കാരണം ഇതിനൊരു ചെറിയ വളവ് വ്യത്യാസം വന്നിട്ടുണ്ട്. അപ്പോൾ ആ കറക്റ്റ് പൊസിഷനിൽ തന്നെ വാഷർ ഇട്ട് നട്ട് ഫുൾ ടൈറ്റ് ചെയ്തിട്ട് ലോക്ക് ചെയ്ത് വിടുക. ഇനി നമുക്ക് എയർ എടുക്കാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എയർ എടുക്കാനായിട്ട് ഈ ബാക്കിൽ കാണുന്ന നിപ്പിള് ഊരിയെടുക്കുക. അതിനുശേഷം ഫ്ലൂയിഡ് നിറയ്ക്കുക. ഫ്ലൂയിഡ് നിറച്ചതിന് ശേഷം ഫ്ലൂയിഡ് നിറച്ചതിന് ശേഷം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം പമ്പ് ചെയ്യുക. ആദ്യം നമ്മൾ പമ്പ് ചെയ്തിട്ട് ഇത് തുറന്നു വിടുക. ഈ നിപ്പിള് തുറന്നു വിട്ടിട്ട് കുറച്ച് നേരം പമ്പ് ചെയ്തിട്ട് കുറച്ച് ഫ്ലൂയിഡ് പോയി കഴിയുമ്പോൾ അതിന്റെ എയർ നമുക്ക് ട്യൂബിൽ നിന്ന് പോകുന്നത് കാണാനായിട്ട് സാധിക്കും. അത് കഴിയുമ്പോഴത്തേക്ക് ക്ലോസ് ചെയ്യുക. നേരെ ബ്രേക്ക് പമ്പ് ചെയ്യുക. പമ്പ് ചെയ്തതിന് ശേഷം ചവിട്ടി പിടിക്കുക. ഇത് അഴിച്ചു വിടുക. അങ്ങനെ ഒരു 2-3 വട്ടം അഴിച്ചു വിട്ട് ക്ലോസ് ചെയ്യുമ്പോൾ, നമ്മൾ അഴിച്ചു വിടുന്ന അവസരത്തിൽ പെടലിൽ നിന്ന് കാലെടുക്കാൻ പാടില്ല. അതേ അവസ്ഥയിൽ താഴോട്ട് പോയിട്ട് അങ്ങനെ സ്റ്റോപ്പായിട്ട് നിൽക്കണം. ഇത് മുറുക്കി കഴിഞ്ഞതിന് ശേഷം കാലെടുക്കുക. അങ്ങനെ നമുക്ക് എയർ എടുക്കാനായിട്ട്, സിമ്പിൾ ആയിട്ട് എയർ എടുക്കാനായിട്ടും സാധിക്കും. അപ്പൊ ഇങ്ങനെയാണ് ഇതിന്റെ ലൈനർ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ മാരുതി സുസുക്കി ആൾട്ടോയുടെ ബ്രേക്ക് ഷൂ അല്ലെങ്കിൽ ബ്രേക്ക് ലൈനർ എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നതാണ് നമ്മൾ ഈ വീഡിയോയുടെ മനസ്സിലായിട്ട്. 2 ടൈപ്പ് വരുന്നുണ്ട്. ഒന്ന് സ്ക്രൂ ടൈപ്പ്, അതിന്റെ വീഡിയോ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. സ്ക്രൂ ടൈപ്പ് വരുന്നുണ്ട്. ഒന്ന് ഈ ഒരു ആംഗിളിന്റെ ഒരു പട്ട ടൈപ്പ് വരുന്നുണ്ട്. അപ്പൊ ഈ 2 ടൈപ്പാണ് ഇതിന്റെ ബ്രേക്ക് ലൈനർ വരുന്നത്. അപ്പോൾ അത് എങ്ങനെയാണ് സിമ്പിൾ ആയിട്ട് നമുക്ക് കുത്തിപ്പറിക്കുക, സ്പ്രിംഗ് ഒന്നും കുത്തിപ്പറിക്കുക തന്നെ സിമ്പിൾ ആയിട്ട് നമുക്ക് ലൈനർ സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതാണ് ഈ വീഡിയോയിൽ നമ്മൾ മനസ്സിലാക്കിയത്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.